ചോദിച്ചത് കേട്ടില്ലേ? നീ ഇപ്പോഴും ആ വർഷയുടെ പുറകെ തന്നെ നടക്കാണോന്ന്? അയാള് പറഞ്ഞതൊക്കെ കള്ളമാണച്ചാ. കള്ളോ? എന്ത് കള്ളോടാ? എവിടെയോ നിന്ന് നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്ന് എന്നിട്ട് ഇവളുടെ നിന്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലുക. ഇതിന്റെ അർത്ഥം എന്തോടാ? എനിക്കറിയില്ല അച്ഛാ. നിനക്കറിയില്ല അല്ലേ? ഇന്ന് വരെ, ഈ നിമിഷത്തിന് മുമ്പ് വരെ അശോക് വർമ്മ ആരുടെ മുമ്പിൽ അഭിമാനം വിട്ടിട്ടില്ല. കാണുന്നവരൊക്കെ എന്റെ മുമ്പിൽ തല കുമ്പിട്ട് നിന്നിട്ടേ ഉള്ളൂ. ആ എന്നെയാടാ ആ വൃത്തികെട്ടവൻ എന്റെ കുടുംബത്തെ കയറി വന്ന് തല്ലിയത്. നീ ഒറ്റ ഒരുത്തക്കാരനോ? ഇങ്ങോട്ട് മാറി പറയടാ. നീയും വർഷയും തമ്മിൽ ഇപ്പോ എന്താണ് ബന്ധം? ഒന്നുമില്ല അച്ഛാ. തൊട്ടുപോലെ തന്നെ വിടടി. അഭിമാനം പോയന്റെ വീട്ടില് ഇനി ഒന്നും വേണ്ട. ഒന്നും. മതിയായടാ, എനിക്ക് മതിയായി. കണ്ണി കണ്ടവന്റെ ഒക്കെ ഭാര്യയുടെ പുറകെ നടക്കുന്ന ഗതികെട്ട പൂവാല്. ഒരേ ഒരു മോന് ചാർത്തി കിട്ടിയ സൽകീർത്തി. മോങ്ങരുത് നീ. ശ്യാമിനെ നിയന്ത്രിക്കണം, തോന്നിയ വഴിക്ക് നടത്തരുതെന്ന് ഞാൻ പറയുമ്പോ നീ എന്നെ ഉള്ളിൽ പുച്ഛിച്ചു അല്ലേ? അല്ലടി? മോന്റെ എല്ലാ തോന്നിയാസങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞിട്ടും അവനെ രണ്ട് കൈ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടന്നത് നീയാണ്. നീ ഒറ്റ ഒരുത്തി. എടീ, ഒരേ ഒരു മകനുള്ളത് അന്യന്റെ ഭാര്യയുമായിട്ട് രഹസ്യബന്ധം പുലർത്താന്ന് പറയുമ്പോ ഒരു പെറ്റ തള്ളയ്ക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്തോ നാടി ഉള്ളത്? നോക്കടി, നേരെ നോക്ക്. സമാധാനം ഉണ്ടോടി നിനക്കിപ്പോ? ഉണ്ടോ? ഇനി ഈ ജന്മം മുഴുവൻ നിനക്കത് കിട്ടാൻ പോണില്ല. അച്ഛാ, ഞാൻ നിർത്തണ. മിണ്ടരുത് നീ. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് നീ. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇരിക്കപ്പെട ഞാൻ. ഓടാ അച്ഛാ, ഇറങ്ങി പോവാൻ.